ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുകയായിരുന്നു. രണ്ടാം പ്രതി മുരാരി ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം SIT ചോദ്യം ചെയ്യുകയായിരുന്നു. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുന്നതിനായി പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലെ നടപടികൾ പൂർത്തിയാക്കി മുരാരി ബാബുവിനെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നിർണായകമായ നീക്കമാണ് SITയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ഇരുത്തിയുള്ള ചോദ്യം ചെയ്യൽ. ഒരുപാട് കാര്യങ്ങളിൽ അന്വേഷണ സംഘത്തിന് വ്യക്തത വരുത്താനുണ്ട്. ഈ ചോദ്യം ചെയ്യലിൽ നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇതിൻ്റെ ഗൂഢാലോചനയുടെ ചുരുളഴിക്കാൻ, അതുപോലെ ഈ സ്വർണം എവിടെയാണ് എന്നത് സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങളിൽ അന്വേഷണ സംഘത്തിന് വ്യക്തത വേണ്ടതുണ്ട്. കൂടുതൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്ക് SITയുടെ അന്വേഷണം നീളുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ ഇപ്പോൾ മുരാരി ബാബുവിൻ്റെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തി ചോദ്യം ചെയ്യൽ, പ്രാഥമികമായ ചോദ്യം ചെയ്യൽ അന്വേഷണ സംഘം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ മത്സരിൽ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയതടക്കം ഈ ഗൂഢാലോചനയിൽ പ്രധാന പങ്കുണ്ട് എന്ന് സംശയിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ മുരാരി ബാബുവിനുമേൽ ആരോപണ വിധേയനായ മുരാരി ബാബുവിനുമേൽ ഇപ്പോഴുള്ളത്. അതിനിടയിലാണ് SITയുടെ നീക്കങ്ങൾ. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, വിവരങ്ങൾ എന്താണ്? മുരാരി ബാബുവിനെ പുറത്തിറക്കി, ദൃശ്യങ്ങളിൽ അത് മനസ്സിലാവുന്നു. വിവരങ്ങൾ എന്താണ് മനീഷ് മഹിബാൽ? റിജിത്ത്, ഈ കേസിലെ ഉദ്യോഗസ്ഥ തലത്തിലെ ഉന്നതൻ മുരാരി ബാബുവിന്റെ അറസ്റ്റ് ഇന്ന് രാവിലെ 9:30 രേഖപ്പെടുത്തുന്നു. ഇപ്പോഴിതാ വൈകിട്ട് 3:15 ഇയാളെ പുറത്തേക്ക് ഇറക്കുന്നത്. ഇനി മെഡിക്കൽ അടക്കമുള്ള പ്രാഥമിക ആരോഗ്യപരമായിട്ടുള്ള നടപടികൾക്ക് ശേഷം റാന്നി കോടതിയിലേക്ക് എത്തിക്കും. അവിടെ 5 മണി വരെയാണ് കോടതി നടപടികളുള്ളത്. ഇനി 5 മണി കഴിഞ്ഞാൽ അവിടെ മജിസ്ട്രേറ്റ് മുന്നിൽ തന്നെ ഹാജരാക്കും. അങ്ങനെ മുരാരി ബാബുവിന് വേണ്ടി കസ്റ്റഡി അപേക്ഷ ഇന്നും തന്നെ നൽകും. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒക്ടോബർ 30 വരെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ തുടരുകയാണ്. ഈ കേസിലെ രണ്ട് കേസുകളിലെ രണ്ടാം പ്രതിയായിട്ടുള്ള മുരാരി ബാബുവിനെ കൂടി കസ്റ്റഡിയിൽ ലഭിച്ചാലേ നിർണായകമായിട്ടുള്ള പല വിവരങ്ങളും ഇരുവരെയും ചോദ്യം ചെയ്ത ശേഷം ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മുരാരി ബാബുവിന്റെ കസ്റ്റഡി അന്വേഷണ സംഘത്തിന് ഏറെ നിർണായകമാണ്, ഏറെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നു. ഇപ്പോഴിതാ ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്തു, ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തി, ഇന്ന് വൈകിട്ട് കോടതിയിൽ എത്തിക്കുന്നു. കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഇനിയും ദിവസങ്ങൾ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള ദിവസങ്ങൾ തന്നെ മുരാരി ബാബുവിന് വേണ്ടിയും കോടതിയിൽ ആവശ്യപ്പെടും. ന്യായമായി തന്നെ നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതായത് ജാമ്യത്തിന് വേണ്ടി അപേക്ഷ നൽകിയിരുന്നില്ല. അതുപോലെ തന്നെ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ നൽകിയാൽ സ്വാഭാവികമായി തന്നെ അത് കോടതി അത് നിഷേധിക്കും, കോടതി അത് അംഗീകരിക്കില്ല. അങ്ങനെ ജാമ്യ വ്യവസ്ഥ കോടതി അംഗീകരിക്കാത്തപ്പോൾ സ്വാഭാവികമായി റിമാൻഡ് ചെയ്യും. പിന്നീട് രണ്ടാമത് റിമാൻഡ് നടപടിയിൽ റിട്ടേണായി ഒരു കസ്റ്റഡി അപേക്ഷ കൊടുത്താൽ മുരാരി ബാബു ലഭിക്കും. ഈ കേസിൽ 2019 ഈ കേസിന്റെ ആധാരം, അതായത് ഈ കേസ് തുടങ്ങുന്നത് തന്നെ മുരാരി ബാബു ഒപ്പിട്ട് നൽകിയ ഒരു മഹർസറിന്റെ പേരിലാണ്. 2019 ഇതുമായി ബന്ധപ്പെട്ട ആ രേഖ അത് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ശബരിമലയിലെ ഈ സ്വർണ്ണപ്പാളികൾ കൈമാറുമ്പോൾ അത് ചെമ്പ് പാളികളാണെന്ന രീതിയിൽ അത് കൈമാറ്റം നടത്തുമ്പോൾ ആ മഹർസർ എഴുതി ഒപ്പിട്ട അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ 2019 ശബരിമലയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആസൂത്രകൻ, ഇതിന്റെ സൂത്രധാരൻ, ഇതിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥ തലത്തിലെ ഉന്നതനാണ് മുരാരി ബാബു. അതുകൊണ്ട് തന്നെ ഈ മുരാരി ബാബുവിന്റെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തിയപ്പോൾ ഈ കേസിലെ ഈ അന്വേഷണ സംഘത്തിലെ പ്രധാനിയായിട്ടുള്ള ക്രൈംബ്രാഞ്ച് മേധാവി ADGP വെങ്കടേഷ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ, ഈ കേസിന്റെ അന്വേഷണ ചുമതല മറ്റൊരു ഉദ്യോഗസ്ഥൻ SP ശശിധരൻ അടക്കമുള്ള ആളുകൾ 9:30 ഇവിടെ എത്തി ഇവരെ ചോദ്യം ചെയ്തിരുന്നു. അങ്ങനെ ഇരുവരെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിൽ പല നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടെന്നാണ് വിവരം. പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന ഒരു മൊഴി, ആദ്യം മുതൽ തന്നെ പറയുന്ന മൊഴി തന്നെ ഇതിനൊരു ടൂളാക്കി മാറ്റി, ഉപകരണമാക്കി മാറ്റിക്കൊണ്ട് ചില ഉദ്യോഗസ്ഥ തലത്തിലെ ചില പ്രമാണിമാർ, ചില ഉന്നതരാണ് അതിന്റെ ഗുണഭോക്താക്കളായി മാറിയതെന്നാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ഈ കേസിൽ മനഃപൂർവ്വമായി ഈ മുരാരി ബാബു നടത്തിയിട്ടുള്ള ക്രൈം എന്താണ്? അങ്ങനെ 2019 മാത്രമല്ല 2024 സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട കൈമാറ്റത്തിൽ ഈ പല രേഖാപരമായിട്ടുള്ള കാര്യങ്ങളിലും പങ്ക് വഹിച്ചിട്ടുള്ള ആളുകൾ മുരാരി ബാബുവാണ്. അങ്ങനെ മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ ഈ ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ, വിവാദമായ കേസിൽ പല കാര്യങ്ങളിലും ചുരുളഴിയാൻ കഴിയുമെന്നാണ് വ്യക്തമാകുന്നത്. കോടതിയുടെ നിർദ്ദേശം ഇത് കേവലം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ സ്വർണ്ണപ്പാളിയിലോ കീഴുദ്യോഗസ്ഥരിലോ ഒതുങ്ങരുത് എന്നാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായ ഉന്നതർ, ഈ കേസിലെ ഉദ്യോഗസ്ഥ തലത്തിൽ ഉന്നതരായിട്ടുള്ള ആളുകളിലേക്ക് കൂടി അന്വേഷണം എത്തണം. മുരാരി ബാബുവിൽ നിന്നും ഇനി ഏതൊക്കെ തരം ഉന്നതരിലേക്ക് പേരുകൾ വിരൽ ചൂണ്ടപ്പെടും? നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി 15ഓളം പേരുകൾ പറഞ്ഞിരുന്നു. അതായത് ഈ കൽപേഷ്, നാഗേഷ്, അതുപോലെ തന്നെ തന്റെ സഹായി അനന്ത സുബ്രഹ്മണ്യം അടക്കം ഈ
പങ്കജ് ഭണ്ഡാരി അടക്കം നിരവധി ആളുകളുടെ പേരുകൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഇതിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഈ പങ്കജ് ഭണ്ഡാരി അടക്കമുള്ള ആളുകളെ കസ്റ്റഡി ഉണ്ടാകും. നിലവിൽ ഈ പങ്കജ് ഭണ്ഡാരി അടക്കം സ്മാർട്ട് ക്രിയേഷൻസ് അടക്കം കേസിൽ പ്രതിയല്ല. അങ്ങനെയെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ ആരെങ്കിലുമൊക്കെ തന്നെ പ്രതി ചേർക്കപ്പെടുമോ? ഈ സ്മാർട്ട് ക്രിയേഷൻസ് തന്നെ മറ്റൊരു സ്ഥാപനമായ മന്ത്ര ഹൈദരാബാദിലാണ്. ഹൈദരാബാദിൽ എത്തിച്ചുകൊണ്ട് ഇരുവരെയും തെളിവെടുപ്പ് നടത്തുമോ? ഇതുവരെയും നേരിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയോ ഒപ്പം തന്നെ ഈ മുരാരി ബാബുവിനെയോ മറ്റൊരു സ്ഥലത്തേക്ക് എത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നില്ല. പുളിമാത്തിലെ വീട്ടിൽ എത്തിച്ചുകൊണ്ടായിരുന്നു, വീട്ടിൽ നേരിട്ട് എത്തിക്കാതെയായിരുന്നു, അന്വേഷണ സംഘം മാത്രമായിരുന്നു പുളിമാത്തിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തിയത്. അവിടെ നിന്ന് നിർണായകമായിട്ടുള്ള ലാപ്ടോപ്പും മൊബൈലിലെ വിവരങ്ങളടക്കം ഈ ഭൂമി വിക്രയത്തിന്റെയും ഭൂമി തരംമാറ്റമടക്കമുള്ള പല വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇരുവരെയും ഒരുമിച്ച് കസ്റ്റഡി ലഭിച്ച ശേഷം മാത്രം മതിയോ ഇതര സംസ്ഥാനം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എന്നാണ് ലഭ്യമാകുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ മുമ്പിൽ ലഭ്യമാകുന്നത് മുരാരി ബാബുവിന്റെ ദൃശ്യമാണ്. അത് പുളിക്കീഴ് പോലീസ് ജീപ്പിലാണ്, ആ വാഹനത്തിലാണ് നിലവിൽ മുരാരി ബാബുവിനെ പത്തനംതിട്ട റാന്നിയിലേക്ക് കൊണ്ടുപോകുന്നത്. 5 മണി പൂർത്തിയായിട്ടില്ലെങ്കിൽ അവിടെ റാന്നി കോടതിയിൽ തന്നെ ഹാജരാക്കിയാൽ അവിടെ കോടതി നടപടികൾ പുരോഗമിക്കും. അതല്ല എങ്കിൽ അത് മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്കായിരിക്കും മുരാരി ബാബുവിനെ എത്തിക്കുക. കേസിലെ 2 കേസുകളിലെയും 2ാം പ്രതി മുരാരി ബാബുവിന്റെ അറസ്റ്റ് രാവിലെ രേഖപ്പെടുത്തിയ ശേഷം പിന്നീട് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നത്. മെഡിക്കൽ അടക്കമുള്ള നടപടികൾ പുരോഗമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലാ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ മെഡിക്കൽ എടുത്ത ശേഷമായിരിക്കാം ഒരു പക്ഷേ മുരാരി ബാബുവിനെ റാന്നിയിലേക്ക് കൊണ്ടുപോവുക. ഇപ്പോൾ SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു രാവിലെ മുതൽ ചോദ്യം ചെയ്തത്. വെങ്കടേഷ് അടക്കമുള്ള ADGP ക്രൈംബ്രാഞ്ച് ADGP ഇതുമായി ബന്ധപ്പെട്ട ഈ മുരാരി ബാബുവുമായി അന്വേഷണ സംഘം റാന്നിയിലേക്ക് പോവുകയാണ്. റാന്നി കോടതിയിൽ ഹാജരാക്കാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. കസ്റ്റഡിയിൽ വേണം, വിശദമായി ചോദ്യം ചെയ്യണം എന്നുള്ള ആവശ്യം കോടതിയിൽ അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒപ്പമിരുത്തിയാണ് ഇന്ന് മുരാരി ബാബുവിന്റെ പ്രാഥമികമായ ചോദ്യം ചെയ്യൽ നടന്നത്. അതിൽ നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, ആരോപണ വിധേയരായിട്ടുള്ള പ്രതിപട്ടികയിലുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അവരിലേക്ക് കൂടി ഈ നടപടികൾ, ചോദ്യം ചെയ്യൽ, അറസ്റ്റ് പോലുള്ള നടപടികൾ കടക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. മറ്റൊന്ന്, സംസ്ഥാനത്തിന് പുറത്ത് ഈ നാഗേഷിനെയും കൽപേഷിനെയും ഒക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്ന അന്വേഷണമാണ്. അതിലൊക്കെ അന്വേഷണ സംഘം ഒരുപാട് മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കോടതിയിൽ ഹാജരാക്കുക, കസ്റ്റഡിയിൽ വേണം എന്നുള്ള ആവശ്യം കോടതിയിൽ ഉന്നയിക്കുക, അതാണ് SITയുടെ അടുത്ത നീക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.